തൃശൂർ അരിമ്പൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത അസ്ഥികൾ മനുഷ്യന്റേതെന്ന് ഉറപ്പിക്കാനാകാതെ പോലീസ്. പരിശോധനകൾ പൂർത്തിയായ ശേഷമേ എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്താനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. മറ്റു വല്ല മൃഗങ്ങളുടെയും അവശിഷ്ടമാണോ എന്നും പോലീസിന് സംശയമുണ്ട്. ഇത്തരത്തിൽ ചാക്കിൽ കെട്ടി കിണറ്റിൽ ഉപേക്ഷിച്ചത് വീട്ടുകാരനെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു തമാശ കൂടി അനുമാനത്തിൽ കൂടി ആ വശം കൂടി പരിശോധിച്ചുകൊണ്ടൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ അരിമ്പൂർ 14-ാം വാർഡിലുള്ള ന്യൂ ജനറേഷൻ റോഡിലെ ബാലൻ എന്നയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ കിണറ്റിൽ കയർ കെട്ടിത്താഴ്ത്തിയ നിലയിൽ പ്ലാസ്റ്റിക് ചാക്ക് കണ്ടെടുക്കുന്നത്. ചാക്ക് തുറന്നു നോക്കിയപ്പോൾ ഗൃഹനാഥൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. 7ഓളം അസ്ഥികളും കൂട്ടത്തിൽ സ്ത്രീയുടേതെന്ന് തോന്നിക്കുന്ന അടിവസ്ത്രവും. സ്ഥിരമായി വെള്ളം കോരുന്നത് ഇതേ കിണറ്റിൽ നിന്നാണ്. ഇത്രയും ദിവസം കാണാത്ത രീതിയിൽ പെട്ടെന്നൊരു ചാക്ക് ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ കുടുംബത്തിന് വിശ്വസിക്കാനായിട്ടില്ല. ഫോറൻസിക് പരിശോധന പൂർത്തിയായിട്ടില്ലെങ്കിലും മനുഷ്യന്റെ അസ്ഥിയാണ് എന്നത് പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നില്ല. മുൻപും ഒരുപക്ഷെ കിണറ്റിൽ ആ ചാക്കും കയറും ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. വെള്ളം താഴ്ന്നപ്പോൾ വീട്ടിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടതാകാമെന്നും പോലീസ് കരുതുന്നു. അസ്ഥികൾ എന്തായാലും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഏതെങ്കിലും മൃഗങ്ങളുടെ അസ്ഥിയാണോ എന്നും പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നുണ്ട്. സ്ത്രീയുടെ അടിവസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ചാക്കിൽ നിന്ന് ലഭിച്ചത്. ഇതുകൊണ്ട് മാത്രം ഇത് മനുഷ്യന്റെ അസ്ഥിയാകാമെന്ന നിഗമനത്തിലേക്ക് എത്താനാകില്ല എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. തമാശ മട്ടിൽ വീട്ടുകാരെ കളിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. ഇത്രയും നാൾ കാണാത്ത ചാക്ക് ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വീട്ടുകാരെ കളിപ്പിക്കുന്നതിന്റെ ഭാഗമാണോ എന്നും പോലീസിന് സംശയമുണ്ട്. അതേസമയം മനുഷ്യ അസ്ഥിയാണോ എന്നുറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന തുടരുന്നു. പ്രദേശത്തെ മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടരുന്നു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.